പാപ്പ് പറ്റി ഓടുന്നു. പാടത്ത് പേ പിടിച്ച് കുറെ ചാവാലി പട്ടികളെ കൊന്നു കുഴിച്ചു മുടിഞ്ഞ എല്ലാത്തിനെയും. ചാക്കപ്പന്റെ എച്ചിൽ നിന്ന് ഇറക്കുന്ന തെണ്ടുകൾ എന്റെ നേരെ കൈപൊക്കിയാൽ നോക്കി നിൽക്കണോ ഞാൻ? വെച്ചേക്കില്ല ഒന്നിനെയും. ഒന്നിനെ കൊന്നാലും 10നെ കൊന്നാലും ശിക്ഷ ഒന്നാ. ഈ പാപ്പോട് ഒരു പുല്ലനെ പേടിയില്ല. അപ്പച്ചൻ എന്നാ കാണിക്കാനേ പോന്നു? തെണ്ടികളുടെ തല്ലും കൊണ്ട് വന്ന് നിൽക്കുന്ന എന്റെ ആമക്കള് റബ്ബില്ലാലമീനായ തമ്പുരാൻ, ഇങ്ങക്കെന്താണ് പെരാന്ത? ഒരു വാശി കൊണ്ട് കെഞ്ചി ചാടിയ പല വാശി കൊണ്ട് കെഞ്ചിന്ന് കേറാൻ പറ്റൂല മനുഷ്യനെ. നിങ്ങളൊന്ന് അടങ്ങി. എല്ലാത്തിനും ഞമ്മക്ക് വയ്യുണ്ടാക്കാം. എടാ, പാപ്പു മൂത്താനാരെ തല്ലിയിട്ട് നീയൊക്കെ ഇവിടെ സുഖമായിട്ട് കഴിയാന്ന് കരുതണ്ടോ? അയാൾക്ക് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാനൊക്കെ. ഞങ്ങൾ ചാക്കപ്പ മുതലാളിയുടെ തൊഴിലാളികളാ. ഞങ്ങളെ തൊട്ടാലേ കാളി പഠിപ്പിക്കും. പിന്നെ പാപ്പു മൂത്താനാരെ കളി പഠിപ്പിക്കണമെങ്കിലേ നീയൊക്കെ രണ്ടാമൊന്ന് ജനിക്കണം. മറ്റേടത്തെ വലിയ മൊയലാളി തല്ലുകൊണ്ടപ്പോ നിലം തൊടാതെ ഓടി ഈ പറഞ്ഞ പാറേ പാപ്പു. അച്ഛനെന്നാച്ചോ കള്ള് ഷാപ്പില്? നിനക്കൊക്കെ കർത്താവിന്റെ ഫോട്ടോ തൂക്കിയിട്ട് കച്ചവടം നടത്താമെങ്കിൽ എനിക്കിവിടെ വരാമടാ. എന്നടാ ഒരു ഒലത്തിയ ചിരി. നീയൊക്കെ എന്റെ ചേട്ടായനെ തല്ലുവല്ലേ? കളിച്ച് കളിച്ച് പാറയ കുടുംബക്കാരോടായി കളി അല്ലടാ. അച്ഛൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകാൻ നോക്ക്. ഇവിടെ കച്ചവടം നടക്കുന്ന സമയം. ഓഹോ, നീ ഇത് കണ്ടോ? കർത്താവിന് കാസയും പീലാസയും പിടിച്ച് ശുശ്രൂഷ ചെയ്യുന്ന കൈകളാ. ഇതുകൊണ്ടൊന്ന് തന്നാവുണ്ടല്ലോ. എടാ, നിന്റെ തലയ്ക്ക് മീതെ ഇരിക്കുന്ന സ്നേഹസ്വരൂപനായ ഈശോ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് ചാട്ടവാർ എടുത്തിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇരുതല വാളാണെന്ന്. അതിന്റെ ഒന്നും അർത്ഥം നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലടാ പന്നികളെ. ഞാൻ മനസ്സിലാക്കി തരാം. വേറൊന്നുമല്ല, രണ്ടിനെയും കുത്തി നൊപ്പിച്ചു കളയുന്നു. അച്ഛനെ ഇവിടുന്ന് ഓണം കയറാൻ മൂലയിലെ ഇടവകയിലേക്ക് മാറ്റാനുള്ള ഏർപ്പാടുമായിട്ടേ ചാക്കപ്പനും കൂട്ടരും അരമനയിൽ കയറി ഇറങ്ങുന്നുണ്ടെന്ന് കേട്ടല്ലോ. അവന്മാർ അരമനയിലോ എവിടെയെങ്കിലും കയറി ഇറങ്ങി നടക്കട്ടെ പെങ്ങളെ. ദൈവ ശുശ്രൂഷ ചെയ്യാൻ ഇന്ന ഇടവക വേണമെന്നുണ്ടോ? പിന്നെന്താ? അതല്ലച്ചോ, ചാക്കപ്പൻ മെത്രാന്റെ സ്വന്തക്കാരനായതുകൊണ്ടേ ആ തെണ്ടി ഇതൊക്കെ ചെയ്യിക്കുന്നത്. അച്ഛനെങ്കിലും അവന്റെ മോന്തം നോക്കി 2 എണ്ണം കൊടുക്കാറുന്നില്ലേ? എന്റെ പൊന്നു ചേച്ചി, ഞാനൊരു വൈദികനാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ല ജോലി. ഓ, നീ ഒന്ന് പോടാ. പള്ളിയിലച്ഛനെ കയറി എടാന്നായോ വിളി? എടാ, നീ എന്റെ കുഞ്ഞാങ്ങളെ അല്ലേ? അച്ഛനായാലും മെത്രാനായാലും ഇളയത്തങ്ങളെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആ, പറഞ്ഞു നാക്കെടുത്തില്ല. അതുകൊണ്ടടാ പരട്ട ചാക്കപ്പം നിൽക്കുന്നു. എനിക്ക് അവനോട് 2 വർത്താനം പറഞ്ഞില്ലെങ്കിലേ എന്റെ നാക്ക് ചൊറിയും. നീ വണ്ടി ഒന്ന് നിർത്തിക്കേ. വേണ്ട പെങ്ങളെ, നിന്നോട് നിർത്താനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ വണ്ടി നേടി ഇറങ്ങുവേ. ചാടല്ലേ? ആ, എന്നാ നിർത്താൻ. ഇന്നലെ അയക്കാമെന്ന് പറഞ്ഞത് എവിടെ ആശാനെ? ഞാനിപ്പോ അങ്ങോട്ട് വരികയാണ്. ചേച്ചി വേണ്ട, കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നീ നിന്റെ മക്കളും കൂടെ എന്റെ വല്യങ്ങളെ തല്ലിക്കും ഇല്ലേടാ? പാറയപ്പാപ്പുവിന്റെ രോമത്തെ തൊടാനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? കളിക്കാതെ പോ. എങ്ങാണ്ട് തളിപ്പറമ്പിൽ നിന്ന് കുറ്റിയും പറിച്ചു വന്നിരിക്കുന്നു. ആണുങ്ങളോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ അടിച്ച് പകയ്ക്കാൻ വന്നിരിക്കുന്ന ഒരാണ്. എടാ, ഇത് പെണ്ണ് വേറെയാ. ഈ കുഞ്ഞറയുടെ ദേഹത്തൊന്ന് തൊട്ടാലുണ്ടല്ലോ നിന്റെ കിടുങ്ങാമണി പറിച്ച് ഞാൻ കാക്കയ്ക്കിട്ട് കൊടുക്കും. എടാ ചാക്കപ്പ, പണ്ട് നീ കുട്ടനാട്ടിൽ നിന്ന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഇവിടെ വന്നതെന്ന് കരഞ്ഞപ്പോ എന്റെ വല്യങ്ങളെ പാറയപ്പാപ്പാടാ നിനക്ക് അഭയം തന്നത്. എന്നിട്ട് തന്തയിലേരിയ കാണിച്ച് അങ്ങനെ ചതിച്ച് നീ വലിയ മുതലാളിയായിപ്പോ ചട്ടമ്പികളെ വെച്ച് നീ ഇങ്ങനെ തല്ലിക്കും ഇല്ലടാ പൊട്ടി. എടാ, നിനക്ക് തല്ലാൻ വാടാകൊണ്ടകൾ വേണം. എന്നാലേ നിന്നെ തല്ലാൻ ഞാൻ ഒറ്റ ഇരുത്തി മതിയടാ. വളയിടാനും ചൂല് പിടിക്കാനും മാത്രമല്ലടാ ഈ കൈ. ഇതുകൊണ്ടൊരു ഒറ്റ വീക്കങ്ങ് വെച്ചെന്നാലുണ്ടല്ലോ നിന്റെ എനിക്ക് ഇവനെ ഒന്ന് കൈകാര്യം ചെയ്യണം. എടാ പട്ടി, നായ, നിന്നെ അവനെ വിട്ടേടാ. നീ കളിച്ച് കളിച്ച് കുടുംബക്കാരോട് ഒന്ന് വിടച്ചോ.
ഞാൻ പറഞ്ഞ അനുസരിച്ച് ഇങ്ങോട്ട് വരാൻ. ഇവനൊക്കെ ജീവിച്ചിരുന്ന ഈ നാടിന് തന്നെ ദോഷമാണ്. റബ്ബില്ലാലമീനായ തമ്പുരാനെ നമ്മൾ എന്തേ കാണണേ? ഇത് നമ്മുടെ ചാക്കപ്പന്റെ മോളല്ലേ നിമ്മി? നാട്ടുകാരുടെ വായിന്ന് കേട്ട് അന്തം വിടാണ്ട് നേരിട്ട് കണ്ട് അന്തം വിട്ടോട്ടെ എന്ന് കരുതിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. വാഴക്കണമില്ലാക്ക പായ എന്ത് തീരുമാനിച്ചിട്ടാ? തീരുമാനിച്ചു. എവളെ തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതത്ര എളുപ്പം നടക്കണ കാര്യമാണെന്ന് തോന്നണ്ട എനിക്ക്. ലഹളയും ഭൂകമ്പവും ഒറ്റ ദിവസം ഉണ്ടാവും. ആദ്യം നിങ്ങളുടെ കുടുംബക്കാര് തമ്മിലുള്ള ബയക്ക് തീർക്കാൻ നോക്ക്. ബയക്ക് തീരണമെങ്കിൽ കെട്ട് നടക്കണമെങ്കിൽ ബയക്ക് തീർന്നോടെ ഭയ. വഴക്ക് തീരണമെങ്കിൽ മുല്ലൊക്കെ വിചാരിക്കണം. ആ എന്റെ പൊന്നു മുല്ലാക്കയല്ലേ, എന്റെ വിഷമം നിങ്ങൾക്കറിയാലോ. നിങ്ങൾ പറയണേ നേരാണ്. കുറച്ചു കാലമായി ഞമ്മളും വിചാരിക്കണ ഈ ബയക്ക് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന്. പണ്ട് ഞമ്മളൊന്ന് ശ്രമിച്ചാണ്. MLA ബിഹാരി അച്ഛനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെ കിഴപ്പെടുത്തി. പക്ഷേ എങ്കിൽ നടന്നില്ല. നിങ്ങൾ വിഷമിക്കണ്ടെന്ന് ഞമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. നിങ്ങൾ പടച്ചോനോട് തേട്. നമ്മുടെ കരയില് നിങ്ങൾ രണ്ട് പ്രമാണിമാരായ കുടുംബക്കാര് തമ്മിൽ ഇങ്ങനെ ബയക്കും പക്കാനായിട്ട് കഴിയണത് ഈ കരക്കാർക്ക് എന്നെ പെരുത്തി നാണക്കേടാണ്. ഞമ്മൾ വളരുന്നതിനൊപ്പം നമ്മുടെ നാടും വളരണ്ടേ? അതുമല്ല, ഈ പാപ്പു പൂത്തനാരും ചാക്കപ്പനും പഴയ ചങ്ങാതിമാരും ഒരേ ജാതിക്കാരും. അതിനിപ്പോ ഞങ്ങൾ എന്നാ ചെയ്യണമെന്നാ മുല്ലക്ക പറയുന്നേ? ഇങ്ങളല്ല കുഴപ്പമുണ്ടാക്കണേന്ന് ഞമ്മക്ക് പെരുത്തറിയാപ്പ. എന്നാലും രണ്ടു കൂട്ടരും തമ്മിലുള്ള ബയക്കും പിണക്കും ഒക്കെ പറഞ്ഞു തീർത്ത് പഴയ ചങ്ങാതിമാരെ പോലെ കഴിയണതാണ് ഈ നാടിന് നല്ലത്. മുല്ലാക്ക പറയുന്നതിലും കാര്യമുണ്ട്. രണ്ടു കൂട്ടരും ചേരുന്നതാ നല്ലത്. പക്ഷേ ചേർന്നാൽ ഈ ഇടവയ്ക്ക് തന്നെ അതൊരു അഭിമാനം. അച്ഛൻ എന്നെ വർത്താനായി പറയുന്നേ? നമ്മളോട് തന്തയിലേരി കാണിച്ചവരോട് ഇനിയും കൂട്ടുകൂടാനോ? അതെന്തായാലും വേണ്ട. മുല്ലാക്കയ്ക്ക് അറിയാലോ അവർ അപ്പച്ചനോട് ചെയ്ത കൊടും ചതിയൊക്കെ. അതൊന്നും അറിയാഞ്ഞിട്ടല്ലാന്ന്. എന്നാലും ജീവിതകാലം മുഴുവനും ഇങ്ങനെ ശത്രുക്കളായിട്ട് കഴിയാൻ ഒക്കോ? പിന്നെ മിത്രങ്ങളായിട്ട് കഴിയാനൊക്കുവോ? ഒക്കും, ഒക്കണം. ഈ നാടിന്റെ സമാധാനത്തിനായിട്ട് ആദ്യം നമ്മൾ തുനിഞ്ഞിറങ്ങണം. ചാക്കപ്പനെ കൊണ്ട് നമ്മൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. മുല്ലാക്ക, ചാക്കപ്പന്റെ അടുത്ത് സമര സംഭാഷണത്തിന് പോയിട്ട് നാണം കെട്ട് പോരാതെ ചേർന്ന് പോയാ കൊള്ളാം. എന്തായാലും എനിക്കും എന്തോണിക്കും ഉടനെ തളിപ്പറമ്പിന് പോയേ പറ്റൂ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളിയും പെങ്ങളെ. അടുത്ത വട്ടം തളിപ്പറമ്പിന്ന് വരുമ്പോ ഈ പാപ്പു മൂത്തനാരും ചാക്കപ്പനും തോളോട് തോള് ചേർന്ന് പഴയ ശങ്ങാതിമാനെ പോലെ നടക്കണത് നിങ്ങൾക്ക് കാണാ. ഇൻഷാ അല്ലാ. മൊല്ലാക്ക പറയണേ. വാശിയും വൈരാഗ്യവും പാപ്പുവിന് മാത്രമല്ല ഞങ്ങൾക്കുണ്ട്. തളിപ്പറമ്പിൽ അവന്റെ പെങ്ങള അണ്ടിമറിയത്തിന്റെ മകൻ ഒരു ഗുണ്ടയുണ്ടല്ലോ, എന്നാണ് അവന്റെ പേര്? അന്തോണി. അന്തോണി അവനെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ പുളിമൂട്ടിലെ ഷാപ്പ് തല്ലി തകർത്തിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് എനിക്ക് നഷ്ടം വന്നത്. പിന്നെ അവന്റെ തള്ളയുണ്ടല്ലോ, ഒരു മറ്റേടത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്ന് രാവിലെ കുരിശുപള്ളി കവലെ വെച്ച് അവൾ എന്നെ പിടിച്ചു നിർത്തി എന്തൊക്കെയാ വിളിച്ചു കൂവിയെന്നറിയാമോ? എനിക്കവിടെ കൊരനാക്ക് വിളിച്ചറിയാൻ മേലായിട്ടല്ല. പിന്നെ ഞാൻ കർത്താവിനോർത്തങ്ങ് ക്ഷമിച്ചു. കുടുംബം മുഴുവൻ ഗുണ്ടായിസായിട്ട് ഇറങ്ങിയിരിക്കല്ലേ. എന്നാ ഗുണ്ടായസം കൊണ്ടുവരെ നോക്കാം. എന്താ പാറേ പാപ്പുനെന്താ പെട്ടെന്ന് ഞങ്ങളോടൊരു സ്നേഹം? അല്ല, നമ്മൾ സ്വന്തം ഇഷ്ടത്താലെ വന്നാണപ്പ. നിങ്ങളുടെ സമ്മതം കിട്ടിയിട്ട് വേണം എനിക്ക് പാപ്പു പൂത്തനാരായിട്ട് സംസാരിക്കാൻ. ദേ, നമ്മൾ പറഞ്ഞില്ലേ ഈ നാട്ടിലെ രണ്ട് പ്രമാണികള് തമ്മില് വെറുതെ തമ്മി തല്ലിക്കൂടാന്ന്. ഞങ്ങള് സമ്മതിച്ചാൽ തന്നെ അവന്മാര് സമ്മതിക്കുമെന്ന് ഉറപ്പുണ്ടോ? ആ കാര്യം നമ്മൾ ഏറ്റൂന്ന് പറഞ്ഞില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിന് നമ്മളൊക്കെ ശത്ത് കെട്ട് പോകാനുള്ളവരല്ലേ. മയ്യത്താവുമ്പോ മനസ്സന്മാര് മനസമാധാനത്തോടെ പോണം. എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത? മൊല്ലാക്ക വന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് തട്ടിക്കളഞ്ഞൊന്നും വേണ്ട. അല്ലടാ കുര്യ, എല്ലാം ചേട്ടായുടെ ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ തമ്മില് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ലല്ലോ. പഴയ കാര്യങ്ങളൊന്നും മറക്കുന്നവനല്ല ഈ ചാക്കപ്പൻ. പാപ്പുവിന് സമ്മതമാണെങ്കിൽ എല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും ഞാൻ ഒരുക്കുക. അൽഹംദുലില്ലാ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ സത്യക്രിസ്ത്യാനിയായി ജീവിക്കുന്നേ? പഠിച്ചോനെ, നമ്മൾ എന്തേ കേക്കണത്? മതി, ഞമ്മക്ക് പെരുത്തു സന്തോഷായി. നമ്മൾ ഇപ്പൊ തന്നെ മൂത്താനാരെ കാണാൻ പോയിന്. ഇത് അമ്പഴങ്ങ, നാരങ്ങ, ഇടിച്ചമ്മന്തി, വറ്റലമുളക്. ഇതൊന്നാം തരം ചെമ്മീനച്ചാറാ. അന്തോണിക്ക് വലിയ ഇഷ്ടമല്ലയോ? അവനിതെല്ലാം കൂടെ ഒരു ദിവസത്തേക്കേ ഉള്ളൂ. എന്നതാ ഈ പാണ്ടക്കെട്ടൊക്കെ? ഇതെല്ലാം നിനക്കുള്ള സ്പെഷ്യലാന്ന് പറയായിരുന്നു. റീജ എവിടെ? അവള് റീജ, നീ എന്നതാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞങ്ങള് പോവാൻ തുടങ്ങ. ഓ, നീ ഇപ്പോഴും ആ കിഴങ്ങന്റെ കാര്യം ആലോചിച്ചോണ്ട് നിൽക്കുവന്ന്? എടി, പ്രേമിക്കുന്നെങ്കിൽ നട്ടല്ലുള്ളവനെ പ്രേമിക്കണം. കഴിഞ്ഞല്ല മറന്നേക്ക്.
കരയാതടാ. ദേ അമ്മച്ചി ഇച്ചാച്ചനൊക്കെ വന്ന് കണ്ട ആ കുഴപ്പമാവും. തൽക്കാലം ഇക്കാര്യം നീ ഞാൻ മാത്രം അറിഞ്ഞാ മതി. ആ വാ വാ, പെട്ടിയൊക്കെ എടുക്ക്. നിന്നെ ഞാൻ തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോവാ. ഞാനിങ്ങ് വരുന്നില്ല. അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റുകയില്ല. നീ പോരുകയാണ്. അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ഇങ്ങോട്ട് പാടി. അച്ചപ്പം വല്യമ്മച്ചി വക അവിടെ. ഇച്ചാച്ചന്റെ അച്ചാറ് അതിവിടെ. ആശാന്റെ തട്ടുമുട്ട് സാധനം. എന്നതാണ് ആങ്ങളെ പെങ്ങളെ കൂടെ രഹസ്യം പറച്ചില്? എന്നെ പാരവയ്ക്കുന്ന കാര്യമല്ലോ. എന്റെ അമ്മേ, പാപ്പു മൂത്തനാർക്കിട്ട് പാരപണിയാൻ സാക്ഷാൽ പാരേശ്വരം വന്നാ പോലും നടക്കുകയല്ല. പാറയല്ലേ, കരിമ്പാറ. അല്ല ഇതെന്നതാ? ഇവിടെ എവിടെ പോവാ? ആ, ഇവിടെ ഞാൻ തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോവാ. ഒരാഴ്ച അവിടെ വന്ന് നിൽക്കട്ടെ. ഇവക്ക് പരീക്ഷ അല്ലയോ? ഞാൻ ഫ്രീ അല്ലേ, എന്നെ കൊണ്ടുവരുന്നു. അയ്യടാ, നിന്നെ കൊണ്ടുപോയാച്ചാലും മതി. പഠിത്തമൊക്കെ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലെ. കുഞ്ചറോദേ, ആ? ഇതിനകത്തെന്തോ ഗൂഢാലോചന ഉണ്ടല്ലോ. എന്റെ മാതാവേ. അതെ അമ്മച്ചി, ഓ ഇപ്പൊ പുറപ്പെട്ടാലേ പാതിരായ്ക്കെങ്കിലും അങ്ങ് എത്തും. വണ്ടിയിലോട്ട് കയറാൻ നോക്കും. അത് നേരെ. ആ വേർത്ത് ആ ആശോ എന്നാ എന്നതാ ആശാനെ ഗ്രൈൻഡറോ? കല്യാങ്ങളെ പോയിച്ചു വരാ. എടാ നീ അങ്ങോട്ട് വരണേ. ആ വരാം വരാം. ചേട്ടത്തി ഇടയ്ക്ക് വരണേ. ആ ആ അങ്ങോട്ട് നീ മോളെ. ചാച്ചു കല്യാങ്ങളെ All right.